ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടിയെ നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു, പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. മഹേഷ്, പിണറായി വിജയൻ എന്ന പേരിനപ്പുറത്തേക്ക് CPM-ന് മറ്റൊരു പേര് അത് പറയേണ്ടതില്ല, അല്ലെങ്കിൽ ആലോചിക്കേണ്ടതില്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതങ്ങനെ തന്നെ ആ തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ വാർത്തയായി വരുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ കരുനീക്കങ്ങളും അത് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ CPM നീക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നതും. എങ്ങനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനാണ് ഇപ്പോഴുള്ള നീക്കങ്ങൾ, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുക? CPM ഏത് രീതിയിൽ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ? സംഗീത, പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം രാജ്യത്ത് ഉള്ള ഏക CPM-ന്റെ മുഖ്യമന്ത്രിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിരുന്നു. ആ ഇളവ് രണ്ടാം ഘട്ടവും ഇത്തവണയും ലഭിച്ച സാഹചര്യമുണ്ട്. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവിൻ്റെ പേരിപ്പോൾ കേരളത്തിൽ ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരമൊരു നേതാവ് ഉദയം ചെയ്ത സാഹചര്യമോ ഇല്ല എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPM-നെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന, LDF-ന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഖം എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ നേതൃത്വം ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ജനസമ്മതി, അതിലൊക്കെ ചില ഇടിവുകൾ ഉണ്ടായെന്നൊക്കെ തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ വരുമ്പോഴാണ് വീണ്ടും പിണറായി വിജയൻ തന്നെ വരാൻ പോകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പിണറായി വിജയൻ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട നായകൻ. VS ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. VS-ന്റെ മരണശേഷമാണ് അദ്ദേഹം അതിനു മുമ്പ് 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സജീവമായി തന്നെ അദ്ദേഹമായിരുന്നു നായകത്വം വഹിച്ചത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് വന്നത്. വിവിധതരം ആരോപണങ്ങൾ, കള്ളക്കടത്തുള്ള അടക്കമുള്ള ഒത്തിരി ആരോപണങ്ങൾ എതിരായി വന്നപ്പോൾ പോലും അതിനെല്ലാം മറികടന്ന് കൂടുതൽ സീറ്റുകൾ നേടി ജയിക്കാനാണ് LDF-ന് കഴിഞ്ഞത്. അത്തരത്തിലേക്ക് LDF മുന്നേറ്റം ഉണ്ടാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. ആ പിണറായി വിജയന് ഒരു ക്രൗഡ് പുള്ളറായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയും. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പരിശോധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം അത്തരത്തിലേക്ക് വളരെ കാര്യമായി ജനകീയമായ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോട് ഇടപെടുമ്പോൾ പോലും അത് വളരെ സൂക്ഷ്മതയോടെ കൂടി മറുപടി പറയുന്നുണ്ട്. അത്തരത്തിലേക്ക് ഒരു ജനസമ്മതിയുള്ള നേതാവായിട്ട് LDF-ന് ഉയർത്തിക്കാട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പേര് ഇക്കാര്യത്തിൽ ഉയരാത്ത സാഹചര്യമുള്ളത്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ടേം വ്യവസ്ഥയിൽ പിണറായിക്കായാലും മത്സരിക്കുമ്പോൾ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടി വരും. കാരണം 2 ടേം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. പക്ഷേ അത് ഒരു ശാസ്ത്രമായ തീരുമാനം എന്ന തരത്തിലേക്കല്ല പാർട്ടി എടുത്തതെന്ന് നേരത്തെ MV ഗോവിന്ദൻ ന്യൂസ് മലയാളത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വ്യവസ്ഥയിൽ മാറ്റം വരുത്തും, അതായത് തെരഞ്ഞെടുപ്പ് സമയത്താക്കി മാറ്റം വരുത്തുക. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടിയിരുന്നുവെങ്കിൽ ആ ടൈം വ്യവസ്ഥ വീണ്ടും പാലിക്കുന്ന കുറച്ച് CPM ആലോചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി നേരെ തിരിച്ചാണ്. കാരണം മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല മണ്ഡലങ്ങളിലും വിജയസാധ്യതയുടെ പ്രശ്നം വരും. ഓരോ മണ്ഡലവും നിർണായകമാണ്. വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് LDF പ്രതീക്ഷിക്കുന്നത്. കാരണം 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നും 7 ജില്ലാ പഞ്ചായത്ത് UDF-നുമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പാണ് വളരെ പ്രധാനമായി രാഷ്ട്രീയമായി നോക്കുന്നത്. അത്തരത്തിലേക്ക് വരുമ്പോൾ വളരെ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഓരോ നിയോജക മണ്ഡലവും ഉറപ്പുവരുത്തേണ്ടത് ഇത് പ്രധാനമാണ് എന്ന് CPM മനസ്സിലാക്കുന്നത്, LDF മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങളിലേക്കാണ് CPI-യും CPI-യും കടന്നിരിക്കുന്നത്. അതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് CPI-യെ മാറ്റി നിർത്താനോ CPI അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി ആയാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു സംസാരിച്ചെന്ന് കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലേക്ക് ഒരു കൂട്ടുറപ്പോടെ ഒത്തൊരുമയോടെ മുന്നണിയെ കൊണ്ടുപോകാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ UDF സജീവം നടത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ തടയിടാനും LDF-ന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടതാണ് സംഗീത. ശരി മഹേഷ്, അങ്ങനെ എല്ലാവിധ കരുനീക്കങ്ങളും ഏത് രീതിക്കാണ് എന്നുള്ളതാണ് മഹേഷ് ചന്ദ്രൻ പറയുകയായിരുന്നത്. എന്നാണെങ്കിലും ധർമ്മടത്തുനിന്ന് 3-ാം ഊഴം ആ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്കും 3-ാം അംഗത്തിലേക്ക് ഇറങ്ങുകയാണ് പിണറായി വിജയൻ എന്നുള്ള എക്സ്ക്ലൂസീവ് വാർത്ത മഹേഷ് ചന്ദ്രനാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.